ഒരു വിഭാഗം ജനങ്ങൾ വളരെ എന്തോ ക്രെഡിറ്റ് പോലെ കൊണ്ടു നടക്കുന്നൊരു സംഭവമാണ് ഈ കലാവും അതുപോലെ തന്നെ വെള്ളമടി. അപ്പോൾ ഇത് ചെയ്യാത്തവരെ വളരെയധികം ആക്ഷേപിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യും. ആണല്ല എന്ന് വരെ പറയും, നീയൊക്കെ ആണാണോടാ, ആണത്തം ഉണ്ടോടാ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഒരു ആണത്തത്തിൻ്റെ പ്രതീകമാണോ ഈ വെള്ളമടി? ഒരിക്കലും അല്ല. അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. സ്വയം വെള്ളമടിച്ച് ഇതായി നിങ്ങൾ തന്നെ സ്വയം നാറുകയാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും വലിയ ക്രെഡിറ്റാണ്, വിലയാണെന്നൊക്കെ. പക്ഷെ ഒരു വിലയില്ല മക്കളെ. കുടുംബത്തിലെ മക്കൾക്ക് ആഹാരം വാങ്ങിച്ച് കൊടുക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ധൂർത്തടിച്ച് നടക്കുന്ന ഒരു പിതാവ്, ആ ഒരു ക്രെഡിറ്റിൽ കൂടുതൽ ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. അതല്ലെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഈ ആഘോഷിക്കാമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആഘോഷിക്കാനായിട്ടൊക്കെ വഴികളുണ്ട്. ഇഷ്ടംപോലെ സിനിമ കാണാൻ പോവാം, കുട്ടികളുമായിട്ട് ടൂർ പോകാം, കുട്ടികളുമായിട്ട് എൻജോയ് ചെയ്യാം, അവരുടെ കൂടെ സന്തോഷം കണ്ടെത്താം. അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ വഴികളുണ്ട്. അല്ലാതെ ഈ സാധനം വലിച്ചു കയറ്റി മാത്രമല്ല സന്തോഷവും ആഘോഷിക്കാനും പറ്റുന്നത്. അപ്പോൾ എന്തൊരു ആഘോഷം വന്നാലും ഈ കുടിയില്ലാത്തൊരു ആഘോഷമില്ല. അത് ഭയങ്കര നാണക്കേട് പോലെയാണ്. അയ്യോ, ഒരു ഭാഗം പാർട്ടായിട്ട് അത് നടത്തിയില്ല. എങ്ങനെയുണ്ട് നടത്തി ഘോഷിച്ചിപ്പോൾ മക്കളൊക്കെ തലതെറിച്ച് വളരുന്നുണ്ട്. അവസാനം മക്കൾ ഇപ്പോൾ മാതാപിതാക്കളെ ഇങ്ങനെ മാതൃക കാണിച്ചു കൊടുക്കും മക്കൾക്ക്. അപ്പോൾ പിന്നെ മക്കൾ തെറ്റിപ്പോയാൽ അവരോട് ചോദ്യം ചെയ്യാൻ പറ്റുമോ? മാതാപിതാക്കളെ ഇങ്ങനെ കുടിച്ചും ഇങ്ങനെ നടക്കുമ്പോൾ മക്കൾ ഇതുപോലൊരു തെറ്റ് നമ്മൾ കണ്ട അവനോട് ചോദ്യം ചെയ്യാൻ പറ്റില്ല, നീ എന്തിനത് ചെയ്തു എന്ന്. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കും, പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് തിരിച്ചു ചോദിക്കും. അതുകൊണ്ട് മിണ്ടാതെ വയടച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം മക്കൾക്ക് മാതൃക കാണിച്ച് കൊടുക്കുക. അതിന് ശേഷം അവർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കപ്പം നേരിടാം. പിന്നെ ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്നാണ് പറയുന്നത്. അതുപോലെ തള്ളിക്കളയുന്നതൊക്കെ കൊള്ളാം, പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നിങ്ങൾ വളർത്തി വലുതാക്കി വളരെ തലതെറിച്ച് വളർത്തി കഞ്ചാവ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടിച്ചു കയറ്റി തലതെറിച്ച് പോയിട്ട് തള്ളിക്കളയുന്നത് എങ്ങോട്ടായിരിക്കണം? സമൂഹത്തിലോട്ട് ഒരിക്കലും ദയവ് ചെയ്ത് തള്ളിക്കളയരുത്. നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിലോട്ടങ്ങ് തള്ളിക്കളഞ്ഞോളുക. അല്ലെങ്കിൽ അവൻ സമൂഹത്തിലിറങ്ങി 10 പേരെ കൂടി നശിപ്പിക്കും. അതുപോലെ തന്നെ നിരപരാധികളായ പലരെയും ജീവനും ഭീഷണിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ തള്ളിക്കളയുന്നത്, നീ എങ്ങനെയെങ്കിലും പോട്ടെ, അവൻ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ച് എത്രയോ പേര് പറയണ കേട്ടിട്ടുണ്ടെന്നറിയോ? അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ. ആദ്യ സമയത്ത് കുറച്ചങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പരിപാടി നടക്കത്തില്ല. പിന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അവനെ കൊണ്ടുപോകാൻ നിങ്ങൾ തുനിയാന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ പെടലിക്കവൻ പിടിക്കും, ഉറപ്പായിട്ട്. അവന് മാത്രമല്ല അവളും. ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ഇതുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ശ്രദ്ധിക്കേണ്ടതായിട്ട്. അവൻ കൂടുതൽ ഊന്നി പറയേണ്ട കാര്യമില്ല. കാലം പോയ പോക്ക് അങ്ങനെയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഈ സംഭവം വലിച്ചു കയറ്റി ഒരുപാട് ഇതുണ്ട്. ഞാൻ കൂടുതൽ ആ പേര് പറയാത്തതാണ് കേട്ടോ, ചിലപ്പോൾ വയലേഷനാണ്, അതാണ്. അപ്പോൾ രാത്രിയിൽ ഇപ്പോൾ ഒരു ദിവസം 1-2 ദിവസം ഒരു സിനിമ കാണാനായിട്ട് അവർ കൂട്ടുകാരുടെ കൂടെ പോയി, ലേറ്റായി, 1 മണിയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല, ഓക്കെ, അത് സ്വാഭാവികം. പക്ഷേ ഇത് സ്ഥിരം എല്ലാ ദിവസവും 12 മണി രാത്രി 1 മണി രാത്രിക്ക് വീട്ടിൽ കയറി വരുന്ന ഒരു കുട്ടി, അവൻ എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാനുള്ളത്? അത് നിയമപാലകർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കുന്നവർക്കോ അല്ല, അത് വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കുമാണ് വേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെ വേണ്ടാത്ത ശീലങ്ങളുള്ള ഒരു മകൻ അമ്മയെ അപകടപ്പെടുത്തിയ ഒരു ന്യൂസ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് പേര് വന്ന് ഭരണകൂടത്തെ പറയുന്നതിനേക്കാൾ ഉപരി തീർച്ചയായിട്ടും തടയേണ്ടതാണ്. നമ്മൾ നിയമപരമായിട്ട് തന്നെ പോകണം കേട്ടോ. ഒരുപാട് ഇതൊക്കെ മാഫിയകളെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഒരുപാട് ശ്രമമുണ്ട്. എത്ര പേര് വിളിച്ച് പറയും? നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ വിളിച്ച് പറയണം, അത് നിയമപാലകരെ അറിയിക്കണം എന്നൊരു വകുപ്പുണ്ട്. ഇത് ആരറിയിക്കാനാണ്? സ്വന്തം എല്ലാവരും ഈ ഒരു ശീലമുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ഈ ഒരു ശീലമുള്ള ആരെങ്കിലുമൊക്കെ കാണും. അങ്ങനെയുള്ളപ്പോൾ ആരെ വിളിച്ച് പറയാം? അല്ല 1-2 പേര് വിളിച്ച് പറഞ്ഞിട്ട് തന്നെ എന്ത് കിട്ടാൻ? അങ്ങനെയൊക്കെയാണ് ഈ ഒരുപാടുള്ള ഈ സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതും അതൊക്കെ ചെയ്യുന്നതും. പക്ഷേ ഇത് കൂടുതൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് അവരവരുടെ പേരൻസിനാണ്.
തൻ്റെ മകൻ എപ്പോഴാണ് വീട്ടിൽ വരണമെന്ന് അവിടെ ഭരിക്കുന്നവർക്ക് വീട്ടിൽ വന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? അത് ഇത്രയും ആളുകളുടെ ജനങ്ങളുടെ ഇതിൽ വന്ന് നോക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് അവർ സ്വന്തം മകൻ എപ്പോഴാണ് വീട്ടിൽ കയറി വരുന്നത്, അവൻ ഇത്രയും വൈകാൻ എന്താണ് കാരണം, അവൻ കൂട്ടുകാരുടെ കൂടെ എന്താണ് ചെയ്യുന്നത്, അവൻ്റെ കൂട്ടുകെട്ട് നല്ലതാണോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് അത് തന്നെ ഒരു നിയന്ത്രണം വെക്കേണ്ടത് വീട്ടുകാരാണ്. ആദ്യം തന്നെ വിലക്കിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഒരുപാട് ഓവറായി ഇതൊക്കെ അഡിക്റ്റായി കഴിയുമ്പോഴാണ് അവർ പറഞ്ഞാൽ കേൾക്കാതെ വരുന്നത്. ആദ്യം തന്നെ കൺട്രോൾ ചെയ്യണം. അതിനാദ്യം പാരൻസ് മാതൃകയാവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വലിച്ചു കയറ്റിയിട്ട് മകനേട് വലിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പോൾ കേൾക്കത്തില്ല. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ആരിലും പഴിചാരാതെ അവനവൻ്റെ കുട്ടികൾ മിക്കോട്ടത് ഇവിടെയൊക്കെ നമ്മൾ വഴിയരികിലൊക്കെ ചാരി 10 മണിക്ക് 11:30 യാത്രയുടെ ആ സമയത്ത് നമുക്കറിയാം. നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് നമുക്കറിയാം എത്ര ആൺകുട്ടികളാണ് വട്ടം കൂടി നിൽക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? വീട്ടുകാരുടെ തെറ്റ്. പിന്നെ ഒരു ഫോൺ വാങ്ങി കൊടുത്തിട്ട് നമ്മൾ ദൂരത്തെ ഇതിലോട്ട് പഠിക്കാൻ വിടും. ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ഓരോ മാറ്റങ്ങളും ചിലപ്പോൾ അവർ നിങ്ങളിൽ നിന്ന് അകന്നകന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവർ മറ്റെന്തിലേക്കോ അടുക്കുകയാണ്. നിങ്ങളോടുള്ള ആ പെരുമാറ്റം, നിങ്ങളോടുള്ള സ്നേഹം, സംസാരം ഇതെല്ലാം കുറയുമ്പോൾ മനസ്സിലാക്കുക അവർക്ക് നിങ്ങളുടെ സംസാരത്തേക്കാൾ മറ്റെന്തോ അതിനേക്കാൾ സന്തോഷം കിട്ടുന്ന മറ്റെന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കുക, തടയുക. അല്ലാതെ അവനിപ്പോൾ എന്നെ വിളിക്കാറില്ല, അയ്യോ എന്താണോ അവിടുത്തെ അവസ്ഥ, അങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കൾ പോക്കാണ്. അങ്ങനെ വിചാരിച്ചിരുന്നാൽ നിങ്ങളുടെ മക്കൾ ഇതായി പോകും. കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യുക. അവരെ പിന്നെ ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോയാൽ പോലും അവർ പിടിച്ചാൽ വരത്തില്ല. അവർ നിങ്ങളെ ഭയപ്പെടുത്തത്തേ ഉള്ളൂ, അല്ല അത് കൈവിട്ട് പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കുഞ്ഞുമക്കളെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകെട്ട് നിങ്ങളുടെ മക്കളുടെ കൂട്ടുകെട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന ആ ഒരു കൂട്ടുകെട്ട് അത് ആദ്യം തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. ആദ്യം ആകുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റും. പിന്നെ ആകുമ്പോൾ നടക്കത്തില്ല പരിപാടി. അവരതിലങ്ങ് അഡിക്റ്റായി കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. അതുകൊണ്ട് ആദ്യം തന്നെ കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്, അവരാരെയൊക്കെ വിളിക്കുന്നുണ്ട്, ഏത് സമയത്തൊക്കെ വിളിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. അതിൽ അവർ കള്ളത്തരം മറയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംശയിക്കാം അവരെന്തോ മറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് നീങ്ങാം. പിന്നെ കാരണം ഇത് വേറെ ആർക്കുമല്ല, നാട്ടുകാർക്കും ഒന്നുമല്ല, നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിലെ മാറ്റം, ചെറിയൊരു മാറ്റം വരെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്, പാരൻസിനാണ്. അത് നീക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് നല്ല സുരക്ഷിതമായിട്ട് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ വാർത്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.